ടീമേ എല്ലാവർക്കും നമസ്കാരം. കാണുമ്പോൾ തന്നെ അറിയാലോ, ആലപ്പുഴയിലാണ് കേട്ടാ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ലക്ഷറി ബോട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ടാ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരാ ടീമേ? അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ഒരുപാട് ബോട്ടിങ്ങുള്ള സ്ഥലത്താണ് വന്നേക്കണം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഹൗസ് ബോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ബോട്ട് കാണാമല്ലോ. പൊളിയാണ്, പൊളി. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തിയേട്ടാ. അടിപൊളി ബുള്ളറ്റ് അല്ലേ? ടീമേ ഇതാണ് ട്ടാ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ അടിപൊളി ഹൗസ് ബോട്ട്, ലക്ഷറി ബോട്ടാണ് ട്ടാ. അപ്പോൾ ഞാനാണിത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് തുടങ്ങി ഞാൻ ഓർത്തേനെ ഒരു ദിവസം വന്നിട്ട് നിങ്ങളിന്ന് പരിചയപ്പെടുത്തണമെന്ന്. ഓക്കെ, അറിയാലോ. ചേട്ടാ നമസ്കാരം. ശ്രാങ്ക് അല്ലേ? കുട്ടി ശ്രാങ്കാണല്ലേ? പേരെന്താ? സുരാജ്. കയറിക്കോട്ടെ. ഇത് ഭയങ്കര 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോണ ഒരു വൈബാണല്ലേ? ഞാൻ ചെരുപ്പൊക്കെ ഒന്ന് ഊരിക്കോട്ടെ. ടീമേ ഹായ് ടീമേ, വെൽക്കം ടു റിവാൻസ് ലക്ഷറി ഹൗസ് ബോട്ട്സ്. അടിപൊളി. നമുക്ക് ഒരു മാല ഇടുന്ന ചടങ്ങുണ്ട്. എന്താ മാല അങ്ങനെയൊക്കെ ഉണ്ടാ? എന്നിട്ടോ എന്താ പേരെന്താ? എന്റെ പേര് അഖിൽ. ചേട്ടൻ്റെ പേരെന്താ? ഷെഫ് അല്ലേ? ഷെഫ് ജിതിൻ. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മളുടെ ഈ ബോട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ. ഓക്കെ, തീർച്ചയായും. എന്താണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം? ഏതാണ് ബോട്ടിന്റെ? ഇത് നമ്മൾ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ ഇവാൻഷ് ലക്ഷറി ഹൗസ് ബോട്ടാണ്. നമ്മളിത് 3 ബെഡ്റൂമാണ് പിന്നെ വരുന്നത്. ഒരെണ്ണം മുകളിലും ബാക്കി 2 താഴെയായിട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് ലിവിംഗ് സ്പേസ് ആണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പൊ ടീം ഇതാണ് നമ്മുടെ പാസേജ്. അപ്പൊ നമുക്ക് 2 മാസ്റ്റർ ബെഡ്റൂമാണ് താഴെ വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നോക്കാം, അടിപൊളി വൈബാണല്ല. കർട്ടൻ. ഇവിടെ നമുക്ക് കാഴ്ചകൾ കാണാം അല്ലേ? ഇവിടെ എല്ലാം കാണാം. നല്ല അടിപൊളി വൈബ് കാഴ്ചകളാണ്. സൂപ്പർ. ആ കാണുന്നത് നമ്മുടെ റമദയാണ്. റമദ. നമ്മുടെ ഇതെങ്ങനെയാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ? ഇത് നമ്മുടെ ലക്ഷറിയുടെ ബാത്റൂമാണ്. നമുക്ക് ജാക്കൂസി ഉണ്ട്, ഷവർ റൂം ഉണ്ട്, ബാക്കി ആക്സസറീസ് എല്ലാം നമുക്ക് ബാത്റൂമിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഈ ഫ്ലോറിൽ എത്ര ബെഡ്റൂം ഉണ്ട്? നമുക്ക് ഈ ഫ്ലോറിൽ മെയിൻ ആയിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒന്ന് ഇതും സെക്കൻഡ് റൂം ഉണ്ട് അടുത്ത്. അത് നമുക്ക് കാണിച്ചു തരാം. ഹിമാലയ ഞാനെന്താ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഭയങ്കര നീറ്റാണല്ലേ മൊത്തം? പിന്നെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആണല്ലേ? അടിപൊളി. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെ നല്ല കാഴ്ചയുണ്ടല്ലേ? സെയിം പോലെ തന്നെ. റൂമൊക്കെ സെയിം ആണ്. ഇച്ചിരി ഇന്റീരിയർ വർക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ആണ്. അത് റമദയല്ല കാണുന്നത്? അത് റമദയാണ് കാണുന്നത്. നമ്മളിപ്പോ ഫിനിഷിംഗ് പോയിന്റ് അതിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റമദയൊക്കെ ഇവിടെ നിന്ന് കാണാം. നമ്മുടെ നെഹ്റു ട്രോഫി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി. അപ്പൊ നമുക്കിനി ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക്. പിന്നെ ഇത് ലക്ഷറി ബോട്ട് പോലെ തന്നെ. ഇതൊരു ഹൗസ് ബോട്ടാന്ന് കണ്ടാ പറയൂല. അപ്പൊ 5 സ്റ്റാർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 7 സ്റ്റാർ ആ രീതിയിലുള്ള. അടിപൊളി. ഇത് മേലേക്ക് അല്ലേ? ഇത് മുകളിലോട്ട് നമ്മുടെ സ്റ്റെയർ ആണ്. നമുക്ക് മുകളിൽ ഇവിടെ ഒരു അപ്സ്റ്റെയർ ബെഡ്റൂം ഉണ്ട്. അത് പിന്നെ കാണാം നമുക്ക്. ടീമേ കുമ്പളേക്കാരനാണ്ട് ഇത് നമ്മുടെ മച്ചാനാണ്. എന്റെ പേരെന്ന് പറഞ്ഞോടത്തെ? ലിബിൻ. ലിബിൻ എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ 1 വർഷമായി. 1 വർഷമായാ? അടിപൊളി. അല്ല ഇത് ഭയങ്കര ഹെവി ആണല്ലോ. എന്താണ് ഇത്? അത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് ഒരു 30 പേരോളം നമുക്ക് സിറ്റിംഗിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന. നമുക്ക് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, നമുക്ക് എത്ര പേര് വരെ ഈ നമ്മുടെ ബോട്ടിൽ ഇതാക്കാൻ പറ്റും? നമുക്ക് ഒരു 70 പേര് 100 പേര് മാക്സിമം നമുക്ക് ഡേ ക്രൂസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ട്. ഇതിന് പാക്കേജ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇപ്പൊ കയറിയേക്കണം. നമ്മളിപ്പോ 11 മണിക്ക് രാവിലെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 മണി വരെ നമുക്ക് ക്രൂസ് കിട്ടും. അതാണ് നമുക്ക് ഡേ ക്രൂസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഓവർനൈറ്റ് ആണ്. ഓവർനൈറ്റ് എന്ന് പറയുന്നത് നമ്മളിത് 12 മണിക്ക് കയറിയിട്ട് നമുക്ക് അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ചെക്കൗട്ട് വരും. അത് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച്, ടീ, സ്നാക്സ്, ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ വരുന്ന പാക്കേജ് ആണ് ഓവർനൈറ്റ്. മച്ചാൻ ഇവിടെ ഇരിക്കും. ഞാൻ മച്ചാനോട് 2-3 കാര്യങ്ങൾ ചോദിച്ചു. നമ്മളിപ്പോ ഇവിടുന്ന് നമ്മളുടെ ബോട്ട് അവിടെ നിന്ന് എടുത്ത് ഫസ്റ്റ് നമ്മൾ എവിടെയൊക്കെ കൊണ്ടേ കാണിക്കണത്? നമ്മളിവിടെ നേരെ കൈനീര് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പുന്നമടക്കായൽ പോവും. അങ്ങനെ ഓരോരോ നല്ല നല്ല സ്പോട്ടുകൾ പോവും. എത്ര സ്പോട്ട് വരും പോകും? നമ്മൾ ഒരു 8 സ്പോട്ടോളം നമ്മൾ പോകുന്നു.
പിന്നെ വെച്ചാൽ നമുക്ക് വേറെ എന്ത് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത് ഇവിടെ? ആക്ടിവിറ്റി നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ ഒരു കായലിലാണ് ഇപ്പൊ നിൽക്കുന്നത്, പുന്നമട കായൽ. നമ്മളിനി പുന്നമടയിൽ നിന്ന് നമ്മൾ നീങ്ങുന്നത് വേമ്പനാട്ട് കായലോട്ടായിരിക്കും. വേമ്പനാട്ട് കായൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ബോട്ട് കിട്ടും, പിന്നെ ഷിക്കാര ബോട്ട് കിട്ടും. ഈ കാണുന്നതാണ് ഷിക്കാര ബോട്ട്. ഈ സ്മോൾ ബോട്ടിൽ നമ്മുടെ ബോട്ട് പോകാത്തടത്തൊക്കെ നമുക്ക് ഈ സ്മോൾ ബോട്ടിൽ യാത്ര ചെയ്യാൻ സൗകര്യമാണ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ നാരോ കനാലുകളും റിമോട്ട് ഏരിയ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഷിക്കാര ബോട്ടിൽ പോകാൻ പറ്റും. ഇതിപ്പോ നമ്മളുടെ ബോട്ട് നിർത്തിയിട്ടേക്കണേണ്ട, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സമയമായി, അതുകൊണ്ടാണ് നിർത്തിയിട്ടേക്കണത്. 2 ടീമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല യാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ പേരായിട്ട് വന്നു. ഇപ്പൊ നിങ്ങൾ ഞാൻ ഒറ്റക്ക് ഈ ബോട്ട് എടുത്തിട്ട് ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മൾ സുഹൃത്തുക്കളുടെ സ്റ്റാഫും. പുളി വൈബല്ലേ ഇത്? പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ പാടാൻ തോന്നല്ലേ? നമുക്കിവിടെ മൾട്ടിമീഡിയ സിസ്റ്റം ആയിരിക്കും. പാട്ട് പാടിയാലോ നമുക്ക്? പിന്നെ അതിനെന്താ പാടിയേക്കാം. നമ്മുടെ ക്യാപ്റ്റനാട്ടാ, നമ്മുടെ കപ്പിത്താൻ. എന്താ പറഞ്ഞ സ്രാങ്ക് ചേട്ടൻ്റെ പേര് സുരാജ് എന്നല്ലേ? എന്താണ്, ഹാപ്പി അല്ലേ ഇത് ഈ വർക്ക്? നമ്മൾ ഇത് ഡ്രൈവിങ് നമ്മൾ 2 വീലർ 4 വീലർ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് വല്ല ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണ ചേട്ടാ? ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വർഷമായിട്ടാ ഇത് പഠിച്ചിട്ട്? ഞാനിപ്പോ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷം. ആണോ? ഡെയിലി കൂലിയാണോ ശമ്പളമാണോ? മാസ ശമ്പളമാണ്. ഹാപ്പിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും, പിന്നെ കുഞ്ഞുണ്ട്, വൈഫ്. നമ്മളെ കുഞ്ഞിനെയൊക്കെ ഈ ജോലി പഠിപ്പിക്കുവോ? കുഞ്ഞിനെ പഠിപ്പിക്കാം, വലുതായി വരുമ്പോ അവനിഷ്ടമുള്ള അതാണ് പറയേണ്ടത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് വരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളികൾ മാത്രമാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ? ഇതിപ്പം സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോറിനേഴ്സ്, ജർമ്മൻ, ഫ്രഞ്ച്, അമേരിക്കൻസ് എല്ലാവരും വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളും കാരണമൊക്കെ ഇച്ചിരി അൺസീസൺ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്നാലും ഓട്ടത്തിന് കുഴപ്പമില്ല. സൗത്ത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇന്ത്യയിൽ എല്ലാവരും വരാറുണ്ട് ഇപ്പോഴും. ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നണേ, ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ബോട്ട് യാത്രയൊക്കെ അല്ല വരുന്നത്. ചിലപ്പോഴൊക്കെ 3-4 ദിവസമൊക്കെ സ്റ്റേ ചെയ്താണെങ്കിൽ എന്ത് ചെയ്യും? ഡബിൾ നൈറ്റ്, ട്രിപ്പിൾ നൈറ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്ക്. റൂമാണ് അല്ലെങ്കിൽ ഇതിന് ബോട്ട് തന്നെ റൂമാക്കുമോ? നമുക്ക് ബോട്ട് തന്നെ റൂമാക്കും. അങ്ങനെ ആക്കും. അടിപൊളിയാണല്ലോ. പിന്നെ സെറ്റപ്പ് അല്ലേ? അപ്പൊ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ് നമ്മുടെ ഫോളോവേഴ്സ് ഉള്ളത്. ടീമേ, നമ്മുടെ വീഡിയോ കണ്ട് പഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഇവരെ പോലെ തന്നെ നമ്മള് ഏത് ക്ലയന്റ് വന്നാലും ഈ മച്ചാനും എപ്പോഴും ഹാപ്പിയാണ്. എന്റെ രഹസ്യം എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മളെപ്പോഴും ഒരു പ്ലസന്റ് മൈൻഡ്. ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു മൂഡ് ഔട്ട് ഉണ്ടെങ്കിൽ ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ മൂഡ് ഔട്ട് പോണേണ്. അപ്പൊ കുറച്ചു നേരം നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയുന്നെങ്കിൽ ഇവര് ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണ്ട. ഇത് കാണുമ്പോൾ തന്നെ നാടൻ ഫുഡുകളാണ്. ഞാൻ നാടൻ്റെ ആളാണ്. ഇത് നോക്കിയാൽ കരിമീൻ്റെ ഒക്കെ ഇപ്പോൾ നോക്കിയാൽ അരിപൊളിക്ക് കരിമീനുണ്ട്. പിന്നെ നമുക്ക് ചിക്കനും മറ്റുള്ള കറികളൊക്കെയാണ്. നമ്മൾ ഷെഫിനോട് തന്നെ ചോദിക്കുക, ഷെഫേ ജിതിൻ എന്നല്ലേ പേര്? ഇതൊരു ജിതിനാണ്, എൻ്റെ ക്യാമറമാനാണ്, പിന്നെ എൻ്റെ എല്ലാമാണ്. ജിബിൻ. ഇത് ജിതിൻ, ഇത് ജിബിൻ. ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചാലാ?
ഐശ്വര്യമായിട്ട് ചോറ് വിളമ്പിക്കും, അടിപൊളി ചോറ്. കുറച്ചും കൂടി ആവാം, കുറച്ചും കൂടി. മതി ചേട്ടാ, മതി. അവിടെ കൊടുത്തോ. എന്തൊക്കെയാട്ടാ ഇന്നത്തെ സ്പെഷ്യൽ? എന്തൊക്കെയാട്ടാ? കരിമീൻ, ചിക്കൻ റോസ്റ്റ്. ഇതുണ്ട കരിമീൻ, കുമ്പളങ്ങിക്കായലെ കരിമീൻ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ല എൻ്റെ? അത് തന്നെയാണ് ഈ കരിമീൻ. കരിമീൻ ഇല്ലാതെ എന്ത് നമ്മൾ ബോട്ടിങ് അല്ലേ? ഇതുണ്ട അടിപൊളി കരിമീനുണ്ട്, ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ ചേട്ടാ എന്തൊക്കെയാന്ന് പറഞ്ഞോ, മടിക്കണ്ട. നമ്മുടെ ഷെഫിന് ഇത്തിരി നാണക്കാരനാ ഭയങ്കര. ഷെഫ് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞേ? നമ്മുടെ തനി നാടൻ പേരില്ല അപ്പൊ ഇതിനൊക്കെ? പച്ചടി, കിച്ചടി, തോരൻ, സാമ്പാർ, അവിയല്. ഞാൻ തന്നെ പറയാം, ഇത് ചെന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഷെഫിന് നാണോ കൊണ്ട് പറയുന്നില്ല, ഉണ്ടാക്കാൻ മാത്രം പുള്ളിക്ക് അറിയാൻ പാടില്ല. രാവിലെ എന്തൊക്കെയാണ് ചേട്ടാ? രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ദോശ. ഇത് നമ്മൾ ഓരോ പാക്കേജ് അനുസരിച്ചിരിക്കുമല്ലോ. ഇതിൽ നല്ല ഫുഡൊക്കെ ഉണ്ട്. ഇതിൽ നല്ല ഫുഡ് ഇനി എന്ത് കിട്ടാനല്ലേ? ലക്ഷറി ഫുഡൊക്കെ കഴിഞ്ഞ് ഓരോ പാക്കേജ് അനുസരിച്ച് മാറും. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര വലിയ മലയാളിയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും നമ്മുടെ ആലപ്പുഴ വരുന്നത് കരിമീൻ കഴിക്കാൻ വേണ്ടിയാണ്. കരിമീനും നാടൻ ഫുഡുകളും. ഇവിടെ വന്നിട്ട് പിന്നെ ബിരിയാണിയും കുഴിമന്തിയൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ബോട്ടിൽ വരുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ, അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ. ഞാൻ എന്തൊക്കെ കഴിക്കും കിട്ടല്ലോ. പരിപ്പിട്ടോ, അവിടെയും പരിപ്പിട്ടോട്. കരിമീനൊന്ന് ഞാൻ പൊളിച്ചാൻ ചേരട്ടെ. ഞാനിത് ഫ്രഷാണ് ഇപ്പം പറയുന്നത്. വൈറ്റ് കളറ് കരിമീൻ ഇത്തിരി ചോറിലേക്ക് വെച്ചിട്ട്. കരിമീൻ എന്ന് പറഞ്ഞാൽ റിച്ച് ഫുഡ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് പുരസ്കട മറ്റേ ശിഷ്യം? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം അടിപൊളിയാണ്. ഇത് കരിമീനും എല്ലാം കൂടി ഉച്ചക്കത്തെ അടിപൊളി ഫുഡ്. സദ്യ തന്നെയാണിത്. ഇതൊരു നോൺ വെജ് സദ്യയാണ്. ചേട്ടൻ കേട്ടും നാണക്കാരനെ പെണ്ണ് കാണാൻ വന്ന പോലെ. രാത്രി എന്തായിക്കോപ്പാ? രാത്രി സ്റ്റേ ഉള്ള ആൾക്കാർക്ക് ഓരോ മെനു അനുസരിച്ച് ഫ്രൈഡ് റൈസ് വരും, ചില്ലി ചിക്കൻ വരും. അപ്പോൾ അധികം നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാട്ടാ. ചേട്ടോ ഐസ്ക്രീം കേൾക്കുന്നില്ലെന്ന്. ചേട്ടോ ഐസ്ക്രീം സെറ്റപ്പാണല്ല മൊത്തം. ആ സൈഡ് വരുവാ, അവിടെ വരുവാ. എന്താ മൊത്തം സെറ്റപ്പാ. പോയാ അടിപൊളി. എന്തൊക്കെയുണ്ട് ചേട്ടാ? ചോക്കോബാറുണ്ട്, മാംഗോബാറുണ്ട്, കോണുണ്ട്. എന്താ പേരെന്താ? എൻ്റെ പേര് ഷാജി. എത്ര ആളായി ഇത്? ഇതിപ്പം 1-2 കൊല്ലമായി. അടിപൊളി. എനിക്കെന്നാ ഒരെണ്ണം തന്നാ മതി. ഓക്കെ. 50 രൂപയുടെ എന്താ ഉള്ള? 50 രൂപയല്ല, 40 രൂപ. 40 രൂപയുടെ. അടിപൊളി. ടീമേ, അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് വേണ്ട, അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാനെങ്കിൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ വിളിക്കേണ്ടത്? നമുക്കിവിടെ ബർത്ത്ഡേ പാർട്ടികൾ, പിന്നെ നമ്മുടെ പ്രസ് മീറ്റിംഗ്, നമ്മുടെ കോൺഫറൻസ് ഹാളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള എല്ലാ ഇനാഗ്രേഷൻ പരിപാടി, അങ്ങനെയുള്ള എല്ലാ ഹാപ്പിനെസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിനും ഇവിടെ വരിക. 100 പേരിൽ മേലുണ്ടെങ്കിലും കുഴപ്പമില്ല. 100 പേരാ 150 പേരാ വന്ന കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ടീമായിട്ട് ഇങ്ങോട്ട് വാ. ടീമേ അത് തന്നെ ഇടലൻ ടീമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തരുന്ന വാക്കാണ് ടീമേ. അപ്പോൾ പൊളി വൈബാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് പോയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും അടിപൊളി വൈബാണ്. ഈ വൈബ് ആലപ്പുഴയിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇവർക്ക് ബോട്ട് ഒരുപാടുണ്ട് കേട്ടോ ടീമേ. ഈ ഒരു ബോട്ട് മാത്രമല്ല, ഒരുപാട് ബോട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റാണ്. അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട, വിളിച്ചിട്ട് അങ്ങോട്ട് ബുക്ക് ചെയ്തോ.